ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് അത്ര ഒരു സുഖമല്ല, കോൾഡും ഫീവറൊക്കെ ആയിട്ടിരിക്കുകയാണ്. വോയിസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു 2-3 ആഴ്ച മുന്നേ ഞാൻ ഓട്സിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് റീലിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. അതാണിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്. 6 പേർക്ക് കഴിക്കാനുള്ള ദോശയുടെ അളവാട്ടോ ഞാൻ പറയുന്നത്. അതിന് 1 കപ്പ് ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് എടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടിയിട്ട് നന്നായി വാഷ് ചെയ്തിട്ടെടുക്കുക. വാഷ് ചെയ്തതിന് ശേഷം ഉഴുന്ന് അളന്ന അതേ കപ്പിൽ തന്നെ 2 ഗ്ലാസ് ഓട്സ് ഇതിലേക്ക് ചേർക്കുക. ഓട്സ് ചേർത്തതിന് ശേഷം അത് മുങ്ങണ അത്ര വെള്ളമൊഴിച്ച് വെക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കാം. 2 മണിക്കൂർ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചിട്ടുള്ളത്. അരച്ചതിന് ശേഷം കൈ നന്നായി വാഷ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കണം. ദോശയുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരാനും ദോശ നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ നൈറ്റിലാണ് അരച്ചു വെച്ചത്. മോർണിംഗിൽ ഇത് തുറന്നു നോക്കിയപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ദോശ ചുട്ടെടുക്കാം. ദോശമാവിലേക്ക് ചേർത്തിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് 1/2 ടീസ്പൂൺ എന്നാണ് ഞാൻ പറഞ്ഞത്. 1/2 ടീസ്പൂൺ അല്ല, 1.5 ടീസ്പൂൺ ആണ്. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓട്സ് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി മൊരിഞ്ഞതിന് ശേഷം എടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇനി നിങ്ങൾക്ക് മൊരിഞ്ഞ ദോശയല്ല ഇഷ്ടം എന്നുണ്ടെങ്കിൽ ദോശയുടെ മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് വേവും ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ ഒരു ചട്നി ഉണ്ടാക്കാം. നോർമൽ ചട്നി തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് ചെറിയ തേങ്ങ എടുക്കുക. അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് 7 പച്ചമുളക്, ഒരു 4-5 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മാങ്ങയുടെ 2 വലിയ കഷ്ണം ചെറുതാക്കി നുറുക്കിയത്, കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. മാങ്ങ അല്ലെങ്കിൽ കോൽപ്പുളി ചേർത്താലും മതി, നിങ്ങളെ പുളിക്കനുസരിച്ച് ചേർക്കുക. ചട്നി അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതൊന്ന് വറുത്തിടാം. ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം. മൂത്ത് വന്നതിന് ശേഷം ഇത് ചട്നിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഓട്സ് കൊണ്ട് നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കി നോക്കുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയൂ, കമൻ്റ് ഇടും. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.